3 പകലും 3 രാത്രിയും കടൽത്തീരത്തുറങ്ങിയ ഒരാൾ ഉണർന്നു ചുറ്റും നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. തന്റെ നാവികരിൽ ഒരാൾ കടൽത്തീരത്ത് കിടക്കുന്നത് അയാൾ കണ്ടു. അയാൾ അടുത്തേക്ക് ചെന്നു. പക്ഷേ നാവികൻ വളരെ മുമ്പേ മരിച്ചുപോയിരുന്നു. അയാൾ നാവികന്റെ ഷൂസ് അഴിച്ചുമാറ്റി സ്വയം ധരിച്ചു. ഇപ്പോൾ കടൽത്തീരത്ത് തന്റെ മറ്റു കൂട്ടാളികളെ അന്വേഷിക്കാൻ അയാൾ പുറപ്പെട്ടു. ഹലോ, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അയാൾ വിളിച്ചു പറഞ്ഞു. വഴിയിൽ തന്റെ തകർന്ന ബോട്ടും മരിച്ച മറ്റൊരു നാവികനും അയാൾ കണ്ടെത്തി. അയാൾ നാവികനെ കരയിലേക്ക് വലിച്ചിഴിച്ചു. കല്ലുകളും മരവും കൊണ്ടൊരു കുരിശുണ്ടാക്കി അവിടെ കുഴിച്ചിട്ടു. അയാൾ തന്റെ ബാഗ് എടുത്ത് ഒരു ഉയർന്ന കുന്നിൻ മുകളിലേക്ക് കയറാൻ തുടങ്ങി. 2 മണിക്കൂർ കഠിനമായ കയറ്റത്തിന് ശേഷം അയാൾ മുകളിലേക്കെത്തി. കാഴ്ച മനോഹരമായിരുന്നു, പക്ഷേ ചുറ്റും കടൽ മാത്രമായിരുന്നു. കോപത്തിൽ അയാൾ തന്റെ ബാഗ് വലിച്ചെറിഞ്ഞു. പക്ഷേ അയാൾ തളർന്നില്ല. ആദ്യം ഈ വിജനമായ ദ്വീപിൽ അതിജീവിക്കുമെന്നും പിന്നീട് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തുമെന്നും അയാൾ തീരുമാനിച്ചു. അയാൾക്ക് വളരെ വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. അയാൾ കുറച്ച് തേങ്ങകൾ കണ്ടു. ഒരു കല്ലുകൊണ്ട് അവ പൊട്ടിച്ചു. വെള്ളം കുടിച്ചു. അപ്പോഴാണ് ഒരു നായ കുറയ്ക്കുന്നത് അയാൾ കേട്ടത്. തന്റെ പ്രിയപ്പെട്ട നായ ഒരു ഗുഹയിൽ കുടുങ്ങിയിരിക്കുന്നത് അയാൾ കണ്ടു. സന്തോഷം കൊണ്ട് അയാൾ ഗുഹയിലേക്ക് ചാടി. ഇപ്പോൾ ആ നായ കാരണം ആ മനുഷ്യന്റെ ഏകാന്തത കുറഞ്ഞു. അയാൾ കല്ലുകൾ കൊണ്ട് തീ കത്തിച്ചു. 3 ദിവസമായി വിശന്നിട്ടും അവനും നായയും രാത്രി മുഴുവൻ ഉറങ്ങി. രാവിലെ തകർന്ന തന്റെ ബോട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ അയാൾ പോയി. തിരമാലകൾ വളരെ ശക്തമായിരുന്നു. എന്നിട്ടും അയാൾ കടലിലേക്ക് ചാടി. അയാൾ ബോട്ടിനടുത്തെത്തിയപ്പോൾ കുറച്ച് എലികൾ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്ന് കണ്ടു. അയാൾ ക്യാബിന്റെ പൂട്ട് തകർത്തു. അതിനുള്ളിൽ നിരവധി തോക്കുകളും ചില പഴയ നാണയങ്ങളും നിരവധി റെഡ് വൈൻ കുപ്പികളും ഉണ്ടായിരുന്നു. അയാൾ കുറച്ച് വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് ബോട്ട് മുങ്ങുന്നത് കേട്ടത്. അയാൾ വേഗം എല്ലാ സാധനങ്ങളും ഡെക്കിലേക്ക് കൊണ്ടുപോയി കയറുകൊണ്ട് കെട്ടി. പിന്നെ അവൻ ഒരു ചെറിയ വള്ളം നിർമ്മിച്ച് കരയിലെത്തിച്ചു. ആ രാത്രിയിൽ അവൻ ഒരു തോക്കെടുത്ത് കാട്ടിൽ വേട്ടയാടാൻ പോയി. പക്ഷേ അവിടെയുള്ള കാഴ്ച ഭയാനകമായിരുന്നു. തലയോട്ടികളും ആരാധന വസ്തുക്കളും പുതിയ മനുഷ്യ അസ്ഥികളും നിലത്തുണ്ടായിരുന്നു. ഈ ദ്വീപ് വളരെ അപകടകരമാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഇപ്പോൾ ദ്വീപിൽ നിന്ന് പുറത്തു പോകാൻ ഒരു വള്ളം നിർമ്മിക്കാൻ അയാൾ തീരുമാനിച്ചു. അയാൾ ശക്തമായ മരങ്ങൾ മുറിച്ചു. ഒരു വാൾ ഉപയോഗിച്ച് അയാൾ മരപ്പലകകൾ ഉണ്ടാക്കി. അയാൾ രാവും പകലും കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ അയാളുടെ കൈകളിൽ രക്തസ്രാവം തുടങ്ങി. ശരീരത്തിലെ ബലക്കുറവ് നികത്താൻ അയാൾ കടൽ താറാവുകളെ പിടിച്ചു വളർത്തി. താമസിയാതെ അയാൾ അവയെ വറുക്കാനും തിന്നാനും തുടങ്ങി. കാലക്രമേണ അയാളുടെ വള്ളത്തിന്റെ ഘടന രൂപപ്പെടാൻ തുടങ്ങി. അയാൾ വള്ളത്തിനടിയിൽ മരക്കഷ്ണങ്ങൾ വെക്കുകയും മരപ്പലകകൾ പശ ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഒടുവിൽ അയാളുടെ വള്ളം തയ്യാറായി. അയാൾ ഒരു കത്തി ഉപയോഗിച്ച് ഒരു മണൽ ബാഗ് മുറിച്ചു. അത് ലിവർ സജീവമാക്കി. വള്ളം മരക്കഷ്ണങ്ങളുടെ സഹായത്തോടെ നീങ്ങാൻ തുടങ്ങി. പക്ഷേ കുറച്ചു ദൂരം പോയപ്പോൾ ബോട്ട് ഒരു പാറയിൽ ഇടിച്ചു തകർന്നു. 1 വർഷത്തിന് ശേഷം അവൻ വീണ്ടും ദ്വീപ് വിടാൻ ശ്രമിച്ചു. പക്ഷേ ശക്തമായ തിരമാലകൾ അവനെ തടഞ്ഞു. ഇപ്പോൾ അവൻ ദ്വീപിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. കഠിനാധ്വാനം ചെയ്ത് പച്ചക്കറികൾ വളർത്തി. മുളക് ചെടികൾ മൃഗങ്ങൾ തിന്നാതിരിക്കാൻ അവരെ ഷെല്ലുകൾ കൊണ്ട് ചുറ്റി. അവന്റെ ദിനചര്യ വിരസമായി. പക്ഷെ നായയുടെ കൂട്ടുകെട്ട് അവനെ ഭ്രാന്തനാക്കുന്നതിൽ നിന്ന് തടഞ്ഞു. പക്ഷേ ഈ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. ഒരു ദിവസം നായ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. അങ്ങനെ അവൻ അസ്ഥികളുള്ള അവന്റെ പ്രിയപ്പെട്ട ഭക്ഷണം നൽകി. പക്ഷെ നായ ഇപ്പോഴും കഴിച്ചില്ല. ആ മനുഷ്യൻ അവന്റെ ഉണങ്ങിയ മൂക്കിൽ തൊട്ടപ്പോൾ നായ്ക്ക് അസുഖമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. താമസിയാതെ നായ നിലത്ത് വീണു. ആ മനുഷ്യൻ അവനെ തന്റെ കത്തിലിൽ കിടത്തി. അയാൾ അവന് റെഡ് വൈൻ നൽകി. രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് അവനെ പരിചരിച്ചു. അയാൾ ചിന്തിച്ചു, നായ പോയാൽ ഈ ദ്വീപിൽ എങ്ങനെ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുമെന്ന്.